പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അവസാനത്തെ സിലബസ് അനുസരിച്ച് അവസാനത്തെ പോർഷനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇനി പറയാൻ പോകുന്നത് വൈദ്യുതോർജ്ജം സംഭരിച്ചു വയ്ക്കാനുള്ള ഉപകരണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കണ്ടൻസറുകൾ. കണ്ടൻസറുകൾ സാധാരണ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്ററുകളിലാണ്. ഏത് ഉപകരണത്തിലാണ് പ്രധാനമായി കണ്ടൻസറുകൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്ററുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. റേഡിയോയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. സാധാരണ ട്രാൻസിസ്റ്റർ കൂടാതെ റേഡിയോയിൽ ഉപയോഗിക്കുന്ന കണ്ടൻസറുകളാണ് വേരിയബിൾ കണ്ടൻസറുകൾ. റേഡിയോകളിൽ ഉപയോഗിക്കുന്ന കണ്ടൻസറുകളാണ് വേരിയബിൾ കണ്ടൻസറുകൾ. വേരിയബിൾ കണ്ടൻസർ. ഈ കണ്ടൻസറുകൾ എപ്പോഴും വൈദ്യുതോർജ്ജം സംഭരിച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കണ്ടൻസറുകൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണത്തിലെന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്ററുകളിലാണ് കണ്ടൻസർ പ്രധാനമായി ഉപയോഗിക്കുന്നത്. റേഡിയോകളിൽ ഉപയോഗിക്കുന്ന കണ്ടൻസറുകളാണ് വേരിയബിൾ കണ്ടൻസറുകൾ. ഇനി കണ്ടൻസറുകളുടെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ പേര്. കണ്ടൻസറുകളുടെ കപ്പാസിറ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ പേര്. ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ് കണ്ടൻസറുകളുടെ കപ്പാസിറ്റൻസ് അളക്കുന്നത്? ആ യൂണിറ്റിൻ്റെ പേര് മൈക്രോ ഫാരഡുകൾ എന്നാണ്. മൈക്രോ ഫാരഡ്. മൈക്രോ ഫാരഡ്. മൈക്രോ ഫാരഡ്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, പിക്കോ ഫാരഡ്. പിക്കോ ഫാരഡ്. പിക്കോ ഫാരഡ് എന്നും പറയാം. പിക്കോ ഫാരഡ് അല്ലെങ്കിൽ മൈക്രോ ഫാരഡ് ഉപയോഗിച്ച് കണ്ടൻസറുകളുടെ കപ്പാസിറ്റൻസ് അളക്കാം. അപ്പോൾ കണ്ടൻസറുകളുടെ കപ്പാസിറ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ്, അല്ല യൂണിറ്റിൻ്റെ പേരാണ് മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ പിക്കോ ഫാരഡ്. ഇനി മറ്റു കാര്യം, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ഏത് ഉപകരണം? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന് അറിയപ്പെടുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്ററുകൾ. ഇതാണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു, ട്രാൻസിസ്റ്ററുകൾ. ട്രാൻസിസ്റ്ററുകളാണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ പ്രധാനമായും രണ്ടാണ്. ഏതെല്ലാമാണ് ആ ലോഹങ്ങളെന്ന് ചോദിച്ചാൽ ജർമേനിയവും സിലിക്കണും. ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ സിലിക്കൺ, ജർമേനിയം. ജർമേനിയവും സിലിക്കണും. മറ്റൊരു കാര്യം, ഡയോഡ്, ട്രയോഡ്. 3 ഇലക്ട്രോഡാണെങ്കിൽ ട്രയോഡ്, 2 ഇലക്ട്രോഡാണെങ്കിൽ ഡയോഡ്. ഡയോഡ്, ട്രയോഡ് എന്നിവ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഈ ഡയോഡും ട്രയോഡും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ലിഡോ ഫോറസ്റ്റ് എന്നാണ്. ലിഡോ ഫോറസ്റ്റ്. ലിഡോ ഫോറസ്റ്റ്. ലിഡോ ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് 1905 ലിഡോ ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് 1905 ഡയോഡ്, ട്രയോഡ് എന്നിവ കണ്ടുപിടിച്ചത്. ലിഡോ ഫോറസ്റ്റ് 1905 ലിഡോ ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഡയോഡ്, ട്രയോഡ് എന്നിവ കണ്ടുപിടിച്ചത്. ഏറ്റവും ലഘുവായ തെർമയോണിക് വാൾവ് ഏത്? ഏറ്റവും ലഘുവായ
തെർമയോണിക് വാൾവ് എന്ന് ചോദിച്ചാൽ അതാണ് ഡയോഡ്. 2 ഇലക്ട്രോഡുകൾ ചേർന്ന ഡയോഡ് എന്ന് പറയുന്നതാണ് തെർമയോണിക് വാൾവ്. മറ്റൊരു ചോദ്യം, വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതെന്ന് ചോദിച്ചാൽ, വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം നമ്മൾ താപം പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ഏറ്റവും നല്ല ചാലകം വൈദ്യുതി. തീവ്രത കൂടിയ പ്രകാശം ലഭിക്കാൻ ഉപയോഗിക്കേണ്ട ലാമ്പ് ഏത്? തീവ്രത കൂടിയ പ്രകാശം ലഭിക്കാൻ നമുക്ക് ഏത് ലാമ്പ് ഉപയോഗിക്കാം? ഏത് ലാമ്പാണ് തീവ്രത കൂടിയ പ്രകാശം ലഭിക്കാൻ ഉപയോഗിക്കേണ്ടത്? ഉത്തരം ആർക്ക് ലാമ്പുകളാണ്. ഏറ്റവും കൂടുതൽ തീവ്രമായ പ്രകാശം ലഭിക്കാൻ ആർക്ക് ലാമ്പുകൾ ഉപയോഗിക്കാം. ആർക്ക് ലാമ്പുകൾ ഉപയോഗിച്ച് തീവ്രത കൂടിയ തീവ്രത കൂടിയ പ്രകാശം ഉൽപ്പാദിപ്പിക്കും. മറ്റൊരു ചോദ്യം, വൈദ്യുതി കടത്തിവിടുന്ന ഒരു അലോഹം ഏത്? ലോഹങ്ങളെല്ലാം വൈദ്യുതി കടത്തിവിടും. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടും. അലോഹങ്ങൾ വൈദ്യുതിയെ കടത്തിവിടാറില്ല. ഉദാഹരണം, റബ്ബർ, കടലാസ്, പ്ലാസ്റ്റിക്, മൈക്ക ഇവ വൈദ്യുതിയെ കടത്തിവിടുന്നവയല്ല. അതുകൊണ്ട് വൈദ്യുതിയുടെ ഇൻസുലേറ്ററുകൾ അല്ലെങ്കിൽ കുചാലകങ്ങൾ എന്ന് വിളിക്കും. പക്ഷേ വൈദ്യുതിയെ ഇവയെല്ലാം അലോഹങ്ങളാണ്. പക്ഷെ വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരു അലോഹമുണ്ട്. ആ അലോഹത്തിൻ്റെ പേരാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് അലോഹമാണ്, പക്ഷേ അത് വൈദ്യുതിയെ കടത്തിവിടും. അടുത്ത ചോദ്യം, ആദ്യമായി മൈക്രോവേവ് നിർമ്മിച്ച ഉപകരണം ഏത്? ഏത് ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ആദ്യമായി മൈക്രോ തരംഗങ്ങൾ അല്ലെങ്കിൽ മൈക്രോവേവ് ഉൽപ്പാദിപ്പിച്ചത്? ഏത് ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ആദ്യമായി മൈക്രോവേവ് അഥവാ മൈക്രോ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാഗ്നറ്റോൺ. മാഗ്നറ്റോൺ എന്ന റേഡിയോ തരംഗം നിർമ്മിച്ച ഉപകരണം മാഗ്നറ്റോൺ. ആദ്യമായി മൈക്രോവേവ് അല്ലെങ്കിൽ മൈക്രോ തരംഗങ്ങൾ നിർമ്മിച്ച ഉപകരണം എന്ന് പറയുന്നത് മാഗ്നറ്റോണാണ്. ഇനി, ഒരു ലോകത്തിൻ്റെ ഉപരിതലത്തിൽ മറ്റൊരു ലോകം പൂശാം. അങ്ങനെ ഒരു ലോകത്തിൻ്റെ ഉപരിതലത്തിൽ മറ്റൊരു ലോകം പൂശുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്ത്? ഒരു ലോകത്തിൻ്റെ ഉപരിതലത്തിൽ അനുയോജ്യമായ മറ്റൊരു ലോകം പൂശുന്നതിൻ്റെ പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. ഒരു ലോകത്തിൻ്റെ ഉപരിതലത്തിൽ മറ്റൊരു ലോകം പൂശാം. ഇരുമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശാം, വെള്ളിയുടെ പുറത്ത് സ്വർണം പൂശാം, പല ലോഹങ്ങളുടെയും പുറത്ത് മറ്റൊരു ലോഹം പൂശാം, വെങ്കലപാത്രങ്ങളിൽ ഈയം പൂശാം. ഈ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. പക്ഷേ ഒരു ലോകത്തിൽ നിക്കൽ പൂശാൻ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏത്? അനുയോജ്യമായ ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിച്ചാണ് ലോഹം പൂശുന്നത്. ഒരു ലോകത്തിൽ നമുക്ക് നിക്കൽ പൂശണം. നിക്കൽ പൂശാൻ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് നിക്കൽ അമോണിയം സൾഫേറ്റ്. ഒരു ലോകത്തിൻ്റെ ഉപരിതലത്തിൽ നിക്കൽ പൂശാൻ ഉപയോഗിക്കുന്നത് നിക്കൽ അമോണിയം സൾഫേറ്റ്. കോപ്പർ പൂശാനാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്.
ഒരു ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ കോപ്പർ പൂശണം എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ പൂശേണ്ട വസ്തുവും പൂശാൻ ഉപയോഗിക്കുന്ന വസ്തുവും ഇലക്ട്രോലൈറ്റിൽ താഴ്ത്തി വയ്ക്കുന്നു. വിശദമായി പഠിക്കേണ്ട കാര്യമില്ല, അതിനുള്ള സമയവും ഇല്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ കോപ്പർ പൂശാൻ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റ്, വെള്ളി പൂശാൻ ഉപയോഗിക്കുന്നത് വെള്ളിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ് ഓഫ് പൊട്ടാസ്യം ആൻഡ് സിൽവർ. ഒരു ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ളി പൂശണം. ഒരു ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്നത് വെള്ളിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ് വെള്ളിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ് ആണ് വെള്ളി പൂശാൻ ഉപയോഗിക്കുന്നത്. സ്വർണം പൂശാനാണെങ്കിൽ സ്വർണത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിക്കൽ പൂശാനാണെങ്കിൽ നിക്കൽ അമോണിയം സൾഫേറ്റ്, കോപ്പർ പൂശാൻ കോപ്പർ സൾഫേറ്റ്, വെള്ളി പൂശാൻ വെള്ളിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ്, സ്വർണം പൂശാൻ സ്വർണത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡബിൾ സൈനൈഡ്. മറ്റൊരു വിധം, ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട് അതിലെ ഘടകങ്ങൾ വേർതിരിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കും. ഉദാഹരണം, ജലത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഹോഫ് ആൻഡ് ഓൾട്ടോമീറ്റർ. പക്ഷേ ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട് അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട് അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാമെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. ഈ മൈക്കൽ ഫാരഡേയാണ് വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം, 1 കിലോ വാട്ട് 1000 വാട്ടാണെങ്കിൽ 1 കിലോ വാട്ട് 1000 വാട്ടാണെങ്കിൽ 1 മെഗാവാട്ട് എത്ര വാട്ടായിരിക്കും? 1 കിലോ വാട്ട് 1000 വാട്ട്, 1 കിലോ വാട്ട് സമം 1000 വാട്ടെങ്കിൽ 1 മെഗാവാട്ട് എത്ര വാട്ടായിരിക്കും? എത്ര വാട്ട് ചേരുന്നതാണ് ഒരു മെഗാവാട്ട്? 1000 വാട്ട് 1 കിലോ വാട്ടാണെങ്കിൽ 1 മെഗാവാട്ട് 10 ലക്ഷം വാട്ട്. 10 ലക്ഷം വാട്ടാണ് ഒരു മെഗാവാട്ട്. 1000 വാട്ട് 1 കിലോ വാട്ട്, 10 ലക്ഷം വാട്ട് ഒരു മെഗാവാട്ട്. അടുത്ത ഒരു ചോദ്യം, ഫ്യൂസ് കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമിശ്രിതം അല്ലെങ്കിൽ ലോഹസങ്കരം. ഫ്യൂസ് കമ്പികൾ ഒരു സർക്യൂട്ടിൽ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയോ സർക്യൂട്ടിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുകയോ ചെയ്താൽ സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫ്യൂസ് കമ്പികൾ. ഫ്യൂസ് കമ്പി നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഏത് ലോഹമിശ്രിതം കൊണ്ടാണെന്ന് ചോദിച്ചാൽ സോൾഡർ എന്ന ലോഹമിശ്രിതം കൊണ്ടാണ്. അപ്പോൾ ഫ്യൂസ് കമ്പി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമിശ്രിതം സോൾഡർ. ഈ സോൾഡർ എന്ന് പറയുന്നത് ടിന്നും ലെഡും ചേർന്ന ഒരു അലോയിയാണ്, ലോഹസങ്കരമാണ്. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരത്തെ പറയുന്ന പേരാണ് സോൾഡർ. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരത്തിൻ്റെ പേരാണ് സോൾഡർ. ഇതാണ് ഫ്യൂസ് വയറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, ഫ്യൂസ് കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സോൾഡർ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരള സമുദ്ര തീരമേതെന്ന് ചോദിച്ചാൽ, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരള സമുദ്ര തീരമേത്? അത്
തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കടൽ തീരം. തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട വിഴിഞ്ഞം കടൽ തീരത്ത് നിന്നാണ് തിരമാലയിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റു കാര്യം കാന്തങ്ങളെക്കുറിച്ചാണ്. കാന്തിക ഊർജം, വൈദ്യോർജം, കാന്തികോർജം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം. വൈദ്യുതകാന്തം എന്ന് പറഞ്ഞാൽ കാന്തം രണ്ട് രീതിയിലുണ്ട്, രണ്ട് തരം കാന്തങ്ങളുണ്ട്. പെർമനൻ്റ് മാഗ്നറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്. സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളും. സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളുമുണ്ട്. ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാന്തത്തിന് സമീപം മറ്റൊരു പച്ചിരുമ്പ് വച്ചിരുന്നാൽ കാന്തം പച്ചിരുമ്പിലേക്ക് വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ചാൽ പച്ചിരുമ്പ് ക്രമേണ കാന്തമായി തീരും. ഇതിന് പ്രേരിത കാന്തം എന്ന് വിളിക്കും. പ്രേരണം മുഖേന പച്ചിരുമ്പ് കാന്തമായി തീരുന്ന പ്രവർത്തനമാണ് കാന്തിക പ്രേരണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാന്തത്തെ നമുക്ക് പ്രേരിത കാന്തം എന്ന് വിളിക്കാം. അപ്പോൾ വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം എന്ന് ചോദിച്ചാൽ പച്ചിരുമ്പ്. ഇരുമ്പുകൾ രണ്ട് തരമുണ്ട്, റോട്ടേൺ ആൻഡ് കാസ്റ്റേൺ. പച്ചിരുമ്പും വാർപ്പിരുമ്പും. കാന്തം പച്ചിരുമ്പിനെ കാന്തമാക്കിയാൽ, കാന്തത്തിൽ രണ്ട് തരം കാന്തങ്ങളുണ്ടെന്ന് പറഞ്ഞു, സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളും. സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളും. ഞാനീ പറയുന്നത് ഊർജവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ കാന്തികോർജ്ജമുണ്ട്, വൈദ്യുതോർജ്ജമുണ്ട്. അപ്പോൾ ഇതുമായി പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒന്ന് മറിച്ച് നോക്കിയിട്ട് പോവുക. ഒരു ദിവസം നിങ്ങളൊരു 50 ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കുക, അത് കൃത്യമായി തുടരുക. തീർച്ചയായും നമുക്ക് PSC പരീക്ഷയ്ക്ക് നല്ല വിശ്വാസത്തോടു കൂടി എഴുതാനും റാങ്കിലെത്താനും സാധിക്കും. പറഞ്ഞത് പെർമനൻ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിരകാന്തം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉരുക്കാണ്, സ്റ്റീൽ. ഉരുക്കല്ലെങ്കിൽ സ്റ്റീലാണ്. ഇനി ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തം. താൽക്കാലിക കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. പച്ചിരുമ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഉരുക്കിനെ നമുക്ക് കാന്തമാക്കാം. എങ്ങനെ കാന്തമാക്കാമെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ കാന്തമാക്കാം. സമ്പർക്കത്തിലൂടെയും കാന്തമാക്കാം. ഒരു പച്ചിരുമ്പിൻ്റെ പുറത്തൊരു കാന്തം കൊണ്ട് പല പ്രാവശ്യം ഉരസിയാലും ഈ പച്ചിരുമ്പിനെ കാന്തമാക്കാം. ഒരു പച്ചിരുമ്പിൻ്റെ പുറത്ത് മറ്റൊരു കാന്തം കൊണ്ട് ഉരസിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസരുത്, ഇങ്ങനെ ഒരു സംഭവമില്ല. ഉരസുമ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഉരസുക. രണ്ട് ഭാഗത്തേക്ക് ഉരസിയാൽ അത് പ്രശ്നമാവും. അപ്പോൾ ഇതൊരു പച്ചിരുമ്പ്, ഇതൊരു കാന്തദണ്ഡ്. ഈ കാന്തദണ്ഡ് കൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉരസുക. ഇവിടെ വരുമ്പോൾ വീണ്ടും ഈ കാന്തം പൊക്കിയെടുത്ത് ആദ്യത്തെ അറ്റത്ത് നിന്ന് തുടർച്ചയായി പല പ്രാവശ്യം ഉരസുമ്പോൾ ഈ പച്ചിരുമ്പ് കാന്തമായി തീരും. ഈ കാന്തത്തിൽ നോർത്ത്, സൗത്ത് എന്നീ രണ്ട് ധ്രുവങ്ങളുണ്ടായിരിക്കും. കാന്തം കൊണ്ട് ഈ പച്ചിരുമ്പിനെ ഉരസുമ്പോൾ ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും വരും. ഇങ്ങനെ ഒരു ഉരസൽ മുഖേന ഇരുമ്പിനെയോ ഉരുക്കിനെയോ കാന്തമാക്കി മാറ്റാം. ഉരുക്കിനെ കാന്തമാക്കി മാറ്റിയാൽ അത് സ്ഥിരകാന്തമാവും. എന്ന് പറഞ്ഞാൽ അതിന് ലഭിച്ച കാന്തശക്തിയെ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. തിരിച്ച് പച്ചിരുമ്പിനെയാണ് കാന്തമാക്കുന്നുവെങ്കിൽ അതിന് ലഭിച്ച കാന്തശക്തി കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് താൽക്കാലിക കാന്തമായി തീരും.
ഇനി ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ടായിരിക്കും, പോൾ, നോർത്ത് പോളും സൗത്ത് പോളും. ഒരേ ഇനത്തിൽപ്പെട്ട ധ്രുവങ്ങൾ തമ്മിലാണെങ്കിൽ അവ വികർഷിക്കും. ഇപ്പോൾ എസ് ധ്രുവവും മറ്റൊരു എസ് ധ്രുവവും വന്നാൽ അവ വികർഷിക്കും. എന്നാൽ ഒരു എസ് ധ്രുവവും ഒരു എൻ ധ്രുവവും വന്നാൽ അവ തമ്മിൽ ആകർഷിക്കും. അപ്പോൾ കാന്തത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാന്തിക ഗുണം എന്ന് പറയുന്നത് ആകർഷണ വികർഷണ സ്വഭാവമാണ്. ആകർഷണ വികർഷണ സ്വഭാവം. കാന്തങ്ങൾ പരസ്പരം ആകർഷിക്കും. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം കാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കും, മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തത്താൽ ആകർഷിക്കപ്പെടാത്ത പദാർത്ഥങ്ങളെ അകാന്തിക വസ്തുക്കൾ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും വിളിക്കും. ഒരു എ സി പരിവാഹത്തിൽ, ഒരു എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുതപ്രവാഹത്തെ ആവശ്യാനുസരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്ത്? ഒരു എ സി പരിവാഹം എന്ന് പറഞ്ഞാൽ സർക്യൂട്ട്. ഒരു എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ, ഊർജനഷ്ടം കൂടാതെ വൈദ്യുതപ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഇൻഡക്ടറുകൾ. ഇൻഡക്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ടറുകൾ. അപ്പോൾ പവർ നഷ്ടം കൂടാതെ, എ സി പരിവാഹത്തിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുതപ്രവാഹം കുറയ്ക്കാൻ, പവർ നഷ്ടം ഇല്ലാതെ വൈദ്യുതപ്രവാഹത്തെ എത്ര മാത്രം നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ, ആവശ്യമായി വരുമോ, അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടറുകൾ അല്ലെങ്കിൽ ഇൻഡക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം. സാധാരണ വലിയ ജനറേറ്ററുകൾ, നേരത്തെ പറഞ്ഞു ജനറേറ്ററുകളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ റോട്ടോറെന്നും നിശ്ചലമായിരിക്കുന്ന ഭാഗത്തെ സ്റ്റേറ്റർ എന്നും പറയും. അതുപോലെ തന്നെ വലിയ ജനറേറ്ററുകളിൽ മോട്ടോറുകളായി ഉപയോഗിക്കുന്നത്, റോട്ടോറുകളായി ഉപയോഗിക്കുന്നത്. വലിയ ജനറേറ്ററുകൾ റോട്ടോറായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തം, ഫീൽഡ് മാഗ്നറ്റ് ആയിരിക്കും. വലിയ ജനറേറ്ററുകളിൽ റോട്ടോറുകളായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തം ആയിരിക്കും. എന്നാൽ വലിയ ജനറേറ്ററുകളോടൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള ചെറിയ ജനറേറ്ററുകൾ, സഹായ ജനറേറ്ററുകളുണ്ടായിരിക്കും. ഇവയുടെ പേരെന്ത്? വലിയ ജനറേറ്ററുകളോടൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള ചെറിയ സഹായ ജനറേറ്ററുകളുടെ പേര് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. വലിയ ജനറേറ്ററുകളോടൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള ചെറിയ സഹായ ജനറേറ്ററുകളുടെ പേരാണ് എക്സൈറ്ററുകൾ. എക്സൈറ്ററുകൾ എന്ന് പറയുന്ന ചെറിയ അപ്പോൾ എല്ലാ വലിയ ജനറേറ്ററുകളോടൊപ്പം ചെറിയ ഒരു ജനറേറ്റർ കൂടി ഘടിപ്പിച്ചിരിക്കും. ഈ ചെറിയ സഹായ ജനറേറ്ററുകളെ പറയുന്ന പേരാണ് എക്സൈറ്ററുകൾ. ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണമായി കണക്കാക്കുന്നത് ഏത് ഉപകരണത്തെയാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണമായി കണക്കാക്കപ്പെടുന്നത്, ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണമായി കണക്കാക്കപ്പെടുന്ന ഉപകരണം ഏത്? ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണം ഏത്? ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണം എന്ന് പറഞ്ഞത് ഡിസ്ചാർജ് ട്യൂബുകളാണ്. ഓർമ്മയിരിക്കണം, ഡിസ്ചാർജ് ട്യൂബുകളാണ്
ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണമായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ചാർജ് ട്യൂബുകളിലും എക്സ്റേ ട്യൂബുകളിലും ഉയർന്ന വോൾട്ടേജ് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. എക്സ്റേ ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ കോളിഡ്ജ് ട്യൂബ്. എക്സ്റേ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കോളിഡ്ജ് ട്യൂബാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ എക്സ്റേ ട്യൂബുകളിലും പിന്നെ ഡിസ്ചാർജ് ട്യൂബുകളിലും ഉയർന്ന വോൾട്ടേജ് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ഉയർന്ന വോൾട്ടതയിൽ മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ഉത്സർജിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബുകളിലും പിന്നെ എക്സ്റേ ട്യൂബുകളിലും കോളിഡ്ജ് ട്യൂബുകളിലും ഉയർന്ന വോൾട്ടത നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ഇൻഡക്ഷൻ കോയിൽ. ഇൻഡക്ഷൻ കോയിൽ. ഇൻഡക്ഷൻ കോയിൽ. ഇൻഡക്ഷൻ കോയിൽ എന്ന ഉപകരണമാണ് എക്സ്റേ ട്യൂബുകളിലും ഡിസ്ചാർജ് ട്യൂബുകളിലും ഉയർന്ന വോൾട്ടേജ് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി മറ്റൊരു ചോദ്യം, ഒരു ബാഹ്യ സർക്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ വൈദ്യുത ലൈനുകളിൽ, വിതരണ ലൈനുകളിലോ ജനറേറ്ററുകളിലോ എന്തെങ്കിലും തകരാറുണ്ടായാൽ മറ്റേതെങ്കിലും ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നുള്ള ലൈനിലൂടെ വൈദ്യുതി എത്തിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരെന്ത്? ജനറേറ്റർ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളിലോ വിതരണ ലൈനുകളിലോ നമ്മുടെ വൈദ്യുത കമ്പികളിലോ എന്തെങ്കിലും തകരാറുണ്ടായി വൈദ്യുതിക്ക് തടസ്സം വന്നാൽ മറ്റേതെങ്കിലും ഒരു ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും, വൈദ്യുത ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ഉള്ള ലൈനിലൂടെ വൈദ്യുതി എത്തിക്കുന്ന സമ്പ്രദായത്തെ പറയുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിനെ പറയുന്ന പേരാണ് പവർ ഗ്രിഡ്. വൈദ്യുത ലൈനുകളിലോ ഉൽപ്പാദന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ജനറേറ്ററുകളിലോ ഉണ്ടാവുന്ന ഏതെങ്കിലും തടസ്സം മുഖേന വൈദ്യുതിക്ക് തകരാറുണ്ടായാൽ, തടസ്സമുണ്ടായാൽ മറ്റേതെങ്കിലും ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ലൈനുകളിലൂടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന സംവിധാനത്തെ പറയുന്ന പേരാണ് പവർ ഗ്രിഡ്. പവർ ഗ്രിഡ്. പവർ ഗ്രിഡ്. പവർ ഗ്രിഡ്. ഇനി മറ്റൊരു കാര്യം, കാന്തശക്തിയെ വൈദ്യുത ശക്തിയാക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കാന്തശക്തിയെ വൈദ്യുത ശക്തിയാക്കി മാറ്റാം. മാഗ്നറ്റിക് പവറിനെ ഇലക്ട്രിക് പവറാക്കി മാറ്റാം. മാഗ്നറ്റിക് പവറിനെ ഇലക്ട്രിക് പവറാക്കി മാറ്റാൻ കഴിയും എന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ 3 കാര്യങ്ങൾ മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചു. ഒന്ന്, ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. മറ്റൊന്ന്, ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാം എന്ന് കണ്ടെത്തിയതും മൈക്കൽ ഫാരഡേ. ഒരു മാഗ്നറ്റിക് പവറിനെ ഇലക്ട്രിക് പവറാക്കി മാറ്റാം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും മൈക്കൽ ഫാരഡേ. അടുത്തത് മറ്റൊരു ചോദ്യം, വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടും? വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം, ശാസ്ത്രീയ പഠനം, വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ പറയുന്ന പേരാണ് ഇലക്ട്രോഡൈനാമിക്സ്. 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 ഇലക്ട്രോഡൈനാമിക്സ് അല്ലെങ്കിൽ വിദ്യുത്ഗതി വിജ്ഞാനം എന്ന് മലയാളത്തിൽ പറയാം.
വിദ്യുത് ഗതി വിജ്ഞാനം, ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സ് അല്ലെങ്കിൽ വിദ്യുത് ഗതിവിജ്ഞാനം. വിദ്യുത് ഗതിവിജ്ഞാനം അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സ്. പ്രത്യേകം ഓർമ്മയിരിക്കണം, വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ പറയുന്ന പേര്. വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് വിദ്യുത് ഗതിവിജ്ഞാനം അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സ്. ഇനി ഒരു ലോകത്തെ, ഏതെങ്കിലും ഒരു ലോകത്തെ ചൂടാക്കിക്കഴിഞ്ഞാൽ ആ ലോകത്തിൽ നിന്ന് ചില ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടും. ഉത്സർജിക്കുക എന്ന് പറയാൻ പുറന്തള്ളപ്പെടും. ലോഹങ്ങളെ ചൂടാക്കുമ്പോൾ ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളെ പറയുന്ന പേര് ഏത് പേരിലാണ് അറിയപ്പെടുക? ലോഹങ്ങളെ ചൂടാക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളുടെ പേരെന്ത്? എന്തെന്ന് ചോദിച്ചാൽ തെർമോ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. തെർമോ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ തെർമയോൺസ്. തെർമോ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ തെർമയോൺസ്. തെർമോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ തെർമയോണിക്സ് എന്ന് പറയും. ഇനി എന്ത് കണ്ടുപിടിച്ചതിനാണ് മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ പിതാവെന്ന ബഹുമതി ലഭിച്ചത്? ഏത് കണ്ടുപിടുത്തത്തിനാണ് മൈക്കൽ ഫാരഡെയെ വൈദ്യുതിയുടെ പിതാവെന്ന ബഹുമതി ലഭിച്ചത്? ഉത്തരം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡൈനാമോയുടെ കണ്ടെത്തൽ കൂടിയാണ്. അതിനാണ് അദ്ദേഹത്തിന് വൈദ്യുതിയുടെ പിതാവ് എന്ന വിശേഷണം ലഭിച്ചത്. ഇനി ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. ചെയിൻ റിയാക്ഷൻ അതൊരു വലിയ പ്രവർത്തനമാണ്. അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. എങ്കിലും പറയാം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഒരു ഇലക്ട്രോൺ പ്രവേശിപ്പിച്ചാൽ, തൊടുത്തു വിട്ടാൽ ന്യൂക്ലിയസ് വിഭജിക്കും. ന്യൂക്ലിയസ് വിഭജിച്ചാൽ അതിൽ നിന്ന് 2 ചെറിയ ന്യൂക്ലിയസ് പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ ഈ ന്യൂക്ലിയസ് പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ ന്യൂട്രോണുകളും ഉണ്ടാകും. ന്യൂട്രോണുകളും കൂടുതൽ താപോർജ്ജവും ഉണ്ടാകും. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഒരു ന്യൂട്രോൺ തൊടുത്ത് വിട്ടാൽ ന്യൂക്ലിയസ് വിഭജിക്കുകയും 2 ചെറിയ ന്യൂട്രോണുകൾ പുറത്തു വരികയും അതോടൊപ്പം ന്യൂട്രോണുകളും കൂടുതൽ ഊർജവും പുറന്തള്ളപ്പെടും. ഇങ്ങനെ വരുന്ന ഈ ന്യൂട്രോണുകൾ വീണ്ടും വിഘടിച്ച് 2 ന്യൂക്ലിയസുകളായി വരും. 2 ന്യൂക്ലിയസ് ഉണ്ടാകും. ആദ്യത്തേത് വിഘടിച്ച് 2 ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ഓരോന്ന് വിഘടിച്ച് 2 ന്യൂക്ലിയസ് ഇതാവും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. 2 4 ആവും, 4 8 ആവും, 8 16 ആവും, 16 32 ആവും. ഇങ്ങനെ വിഭജിച്ച് പോകും. ഇത്
10 ലക്ഷം കോടിയിൽ 1 സമയം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ വളരെ പെട്ടെന്ന് ന്യൂക്ലിയസ് വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്ഫോടനമുണ്ടാവുകയും അത് മറ്റ് നാശങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ശൃംഖലാ പ്രവർത്തനം, ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ശൃംഖലാ പ്രവർത്തനം. അപ്പോൾ ഇതിനെ തടഞ്ഞില്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ കൂടുതൽ വേഗത്തിലാവുകയും മഹാസ്ഫോടനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാ മൂലകങ്ങളുടെ ന്യൂക്ലിയസിന് ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ നടക്കാറുണ്ട്. യുറേനിയം 235 യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് U-235. യുറേനിയം 235 ചെയിൻ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ പിണ്ഡം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ്, ആ മാസ് അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ മാസ് എന്നാണ്. ക്രിട്ടിക്കൽ മാസ് യുറേനിയം 235 ന്യൂക്ലിയസിൽ ചെയിൻ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മാസ് എത്രയെന്നല്ല, ആ പിണ്ഡത്തെ അറിയപ്പെടുന്നത്, ആവശ്യമായ മാസിനെ അറിയപ്പെടുന്നത്. യുറേനിയം 235 ചെയിൻ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മാസിനെ ഏത് പേരിൽ അറിയപ്പെടും എന്ന് ചോദിച്ചാൽ അതിനെ ക്രിട്ടിക്കൽ മാസ് എന്നറിയപ്പെടും. ക്രിട്ടിക്കൽ മാസ് ഇതിന് മലയാളം വാക്കില്ല. ക്രിട്ടിക്കൽ മാസ് എന്ന് തൽക്കാലം ഓർമ്മയിരിക്കുക. അടുത്ത ചോദ്യം, നിയന്ത്രണ വിധേയമല്ലാത്ത ന്യൂക്ലിയർ റിയാക്ഷൻ, ചെയിൻ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ. നിയന്ത്രണ വിധേയമല്ലാത്ത ചെയിൻ റിയാക്ഷൻ സ്ഫോടനത്തിൽ കലാശിക്കുമെന്ന തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഉപകരണത്തിലാണ്? നിയന്ത്രണ വിധേയമല്ലാത്ത ചെയിൻ റിയാക്ഷനെ യഥാസമയം നിയന്ത്രിക്കാതെ വന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയിൻ റിയാക്ഷനെ യഥാസമയം നിയന്ത്രിക്കാതെ വന്നാൽ സ്ഫോടനത്തിൽ കലാശിക്കും എന്ന തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ആറ്റം ബോംബ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡിൻ്റെ 10 ലക്ഷം കോടിയിൽ 1 സമയത്തിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും വേഗത്തിൽ അനേകം ന്യൂക്ലിയസ് ഒരുമിച്ച് സ്ഫോടനത്തിനിടയാവുക, പൊട്ടിത്തെറിക്കുകയും അതൊരു മഹാസ്ഫോടനമായി തീരുകയും ചെയ്യുമെന്ന തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണമാണ് ആറ്റം ബോംബ്. അതുകൊണ്ട് ചെയിൻ റിയാക്ഷനെ യഥാസമയം നിയന്ത്രിക്കണം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ചെയിൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ചെയിൻ റിയാക്ഷൻ യഥാസമയം നിയന്ത്രിക്കാൻ നമ്മളൊരു പദാർത്ഥം ഉപയോഗിക്കുന്നു. ചെയിൻ റിയാക്ഷൻ നിയന്ത്രിക്കാൻ ഇലക്ട്രോണുകളുടെ വേഗത കുറയ്ക്കണം. ഇലക്ട്രോണുകളുടെ അല്ല, ന്യൂട്രോണുകളുടെ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ വന്ന് ഇടിക്കുമ്പോഴാണ് ന്യൂക്ലിയസ് വിഭജിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗത്തിൽ വന്നിടിക്കുന്ന ഈ ന്യൂട്രോണുകൾ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് വളരെ വേഗത്തിൽ വന്നിടിക്കുന്ന ഈ ന്യൂട്രോണുകൾ അതിൻ്റെ വേഗത കൊണ്ടാണ് ന്യൂക്ലിയസിനെ പിളർക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുക. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ
ചെയിൻ റിയാക്ഷൻ നിയന്ത്രിക്കാൻ ചെയ്യേണ്ടത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുക. ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മോഡറേറ്ററുകൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ മോഡറേറ്ററുകൾ എന്ന് വിളിക്കും. മോഡറേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഈ മോഡറേറ്ററുകൾ ഉപയോഗിച്ച് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുക. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേര് എന്ത് ചോദിച്ചാൽ നമ്മൾ പറയും മോഡറേറ്ററുകൾ. അപ്പോൾ ന്യൂട്രോണുകളുടെ വേഗത കുറച്ചാൽ ന്യൂക്ലിയസുകളുടെ വിഭജന തോതും കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ മോഡറേറ്ററുകൾ എന്ന് പറയും. സാധാരണ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഒന്ന് ഗ്രാഫൈറ്റ് കട്ടകൾ. ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ മറ്റൊന്ന് ഗ്രാഫൈറ്റ് കട്ടകൾ അല്ലെങ്കിൽ ഖനജലം അഥവാ ഹെവി വാട്ടർ. ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. ഈ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീറിയം, ട്രിഷ്യം അതിലാണ് ഖനജലം ഉൾപ്പെടുന്നത്. അപ്പോൾ ഖനജലം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കട്ടകൾ ഉപയോഗിക്കാം, മോഡറേറ്ററായി ഉപയോഗിക്കാം. ഇങ്ങനെ മോഡറേറ്ററായി ഉപയോഗിച്ചാൽ ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂട്രോണുകളുടെ വേഗത കുറച്ച് അവയുടെ സ്ഫോടന ശേഷി കുറയ്ക്കാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ മോഡറേറ്റർ. പ്രധാനമായി ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ അഥവാ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്രാഫൈറ്റ് കട്ടകളും രണ്ട് ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടറുമായിരിക്കും. ഇനി എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുള്ള ഉപയോഗം? ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗം ന്യൂക്ലിയർ ഫ്യൂഷൻ നിയന്ത്രിച്ച് ന്യൂക്ലിയർ ഊർജ്ജം നിർമ്മിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷനെ നിയന്ത്രിച്ച് ന്യൂക്ലിയർ ഊർജ്ജം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും എന്താണ് നമ്മൾ വിശദമായി മുൻപ് ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിഷനെ നിയന്ത്രിച്ച് ന്യൂക്ലിയർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ. ആദ്യകാലത്തെ ന്യൂക്ലിയർ റിയാക്ടറുകളെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ആദ്യകാലത്ത് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പിന്നീടാണ് ആ പേര് കിട്ടിയത്. പക്ഷേ ആദ്യകാലത്ത് ന്യൂക്ലിയർ റിയാക്ടറുകളെ പറഞ്ഞിരുന്നത് അറ്റോമിക് പൈൽ എന്നാണ്. ആദ്യകാലത്ത് ന്യൂക്ലിയർ റിയാക്ടറുകളെ അറിയപ്പെട്ടിരുന്നത് അറ്റോമിക് പൈൽ എന്നാണ്. അറ്റോമിക് പൈലുകൾ എന്നാണ് മുൻകാലങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ടറുകളെ അറിയപ്പെട്ടിരുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതികത്വം ഉപയോഗപ്പെടുത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. എല്ലാ രാജ്യങ്ങൾക്കും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ഉണ്ടായിരിക്കും. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ പ്രത്യേകത
അതിലുപയോഗിച്ചിരിക്കുന്ന ഇന്ധനം ഉപയോഗശേഷവും തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. യുറേനിയം പോലെയുള്ള സമ്പുഷ്ട യുറേനിയം, ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം പ്രവർത്തനത്തിന് ശേഷവും നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ പ്രത്യേകത. ഉപയോഗിക്കുന്ന ഇന്ധനം വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിൽ തിരിച്ചു കിട്ടുന്നു എന്നതാണ് ഇന്ത്യൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ പ്രത്യേകത. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതികത്വം ഉപയോഗപ്പെടുത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഫാസ്റ്റ് ബ്രീഡർ ഉപയോഗിക്കുന്നതിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? എത്രാമത്തെ സ്ഥാനം എന്ന് ചോദിച്ചാൽ 5ാമത്തെ സ്ഥാനം. 5ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ലോകത്തിൽ സമ്പുഷ്ട യുറേനിയം ഉപയോഗിക്കുന്ന, ഇന്ധനമായി ഉപയോഗിക്കുന്ന ഏക രാജ്യവും ഇന്ത്യയാണ്. അതെല്ലാം ഓർമ്മയിരിക്കണം. അപ്പോൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിച്ചിരിക്കുന്ന കൽപ്പാക്കത്താണ്, തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഈ റിയാക്ടറിൻ്റെ പ്രത്യേകത ഉപയോഗിക്കുന്ന ഇന്ധനം അതേ രീതിയിൽ വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഈ സാങ്കേതികത്വമുള്ള അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം എന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ബ്രീഡറുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചപ്പോൾ, ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണെന്ന് നമുക്കറിയാം. അത് സ്ഥാപിച്ചപ്പോൾ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? മറക്കാതിരിക്കണം. ഓപ്ഷൻ വരുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നും. അതുകൊണ്ട് സംശയം തോന്നരുത്. ഹോമി ജഹാംഗീർ ബാബ, ഡോക്ടർ HJ ബാബ. 1956 ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചത്. വർഷം ഓർമ്മയിരിക്കണം. 1956 1956 ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചപ്പോൾ അന്ന് ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ HJ ബാബ. HJ ബാബ എന്ന് പറഞ്ഞാൽ ഹോമി ജഹാംഗീർ ബാബ. ഹോമി ജഹാംഗീർ ബാബ അദ്ദേഹമായിരുന്നു അന്നത്തെ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. ഇനി മറ്റൊരു ചോദ്യം, വൈദ്യുതി കടത്തിവിടാത്ത ശുദ്ധമായ അർദ്ധചാലകത്തെ പറയുന്ന പേര്? ശുദ്ധവും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ
അർദ്ധചാലകങ്ങളെ പറയുന്ന പേര്. വൈദ്യുതി കടത്തി വിടാത്ത ശുദ്ധമായ അർദ്ധചാലകങ്ങൾ. ഈ അർദ്ധചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിനും വിദ്യുത് നിരോധിക്കും, ചാലകത്തിനും വിദ്യുത് നിരോധിക്കും. വൈദ്യുതിയെ കടത്തി വിടാത്ത പദാർത്ഥങ്ങളെയാണ് വിദ്യുത് നിരോധികൾ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. വിദ്യുത് നിരോധികൾ അല്ലെങ്കിൽ ഇൻസുലേറ്ററുകൾ എന്ന് പറയും. കുചാലകം എന്നും വേണമെങ്കിൽ പറയാം. ഇൻസുലേറ്റർ, ഇൻസുലേറ്റർ അല്ലെങ്കിൽ വിദ്യുത് നിരോധികൾ, വൈദ്യുതിയെ കടത്തി വിടാത്തവ. വിദ്യുത് നിരോധികൾ. അപ്പോൾ ഒരു വൈദ്യുതി കടത്തി വിടാത്ത ശുദ്ധമായ അർദ്ധചാലകങ്ങൾ, ചാലകത്തിനും ഇൻസുലേറ്ററിനും, എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിനും വിദ്യുത് നിരോധിക്കും അല്ലെങ്കിൽ കുചാലകത്തിനും ഇടനിലയിൽ സ്ഥാനമുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചാലകത്തിനും ഒരു കുചാലകത്തിനും അല്ലെങ്കിൽ വിദ്യുത് നിരോധിക്കും ഇടനിലയിൽ സ്ഥാനമുള്ള പദാർത്ഥങ്ങളെ അർദ്ധചാലകങ്ങൾ എന്ന് പറയും. വൈദ്യുതിയെ കടത്തിവിടാത്ത ശുദ്ധമായ അർദ്ധചാലകങ്ങളെ പറയുന്ന പേര് എന്ത്? വൈദ്യുതിയെ കടത്തിവിടാത്ത ശുദ്ധമായ അർദ്ധചാലക പദാർത്ഥങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങൾ. ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങൾ. ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടാത്തതും എന്നാൽ ശുദ്ധമായ അർദ്ധചാലകങ്ങളും ആയ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഇൻട്രിൻസിക് അർദ്ധചാലകങ്ങൾ, അല്ല ഇൻട്രിൻസിക് ചാലകങ്ങൾ. ഇനി ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ ഒരു ഇൻട്രിൻസിക് ചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൽ ചില അപദ്രവ്യങ്ങൾ കലർത്തും. എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ കലർത്തും. അപദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ്. അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്. ഒരു അർദ്ധചാലകത്തെ പൂർണ്ണചാലകമാക്കാൻ അതിൽ ചേർക്കുന്ന അപദ്രവ്യങ്ങളെ പറയുന്ന പേരാണ് ഇമ്പ്യൂരിറ്റീസ്. ഒരു അർദ്ധചാലകത്തെ പൂർണ്ണചാലകമാക്കാൻ അതിൽ ചേർക്കുന്ന പദാർത്ഥങ്ങളെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ, ഇൻട്രിൻസിക് അർദ്ധചാലകം, ചാലകമല്ല, ഇൻട്രിൻസിക് അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൽ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ കലർത്തുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്ത്? അതിൻ്റെ പേരാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ്. ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൽ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് കലർത്തുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറയും. അടുത്ത ചോദ്യം, ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തെ ഡ്രോപ്പിംഗ് നടത്തിയാൽ കിട്ടുന്ന പൂർണ്ണചാലകത്തിൻ്റെ പേര്? ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തെ നമുക്കൊരു പൂർണ്ണചാലകമാക്കാം, ഡോപ്പിംഗ് മുഖേന പൂർണ്ണചാലകമാക്കാം.
ഒരു ഇൻട്രിൻസിക് അർദ്ധചാലകത്തെ ഡോപ്പിംഗ് മുഖേന ഒരു പൂർണ്ണചാലകമാക്കാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വൈദ്യുതി കടത്തിവിടുന്ന ഒരു ചാലകമാക്കാം. ഇപ്പോൾ അർദ്ധചാലകമല്ല, ചാലകമായി. അങ്ങനെ കിട്ടുന്ന ചാലകത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിന് എക്സ്ട്രിൻ എന്ന് പറയും. എക്സിൻസിക് ചാലകം എന്ന് പറയും. എക്സ്ട്രിൻസിക് ചാലകം എന്ന് പറയും. എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് ചാലകത്തെ ഡോപ്പിംഗ് മുഖേന ഒരു പൂർണ്ണചാലകമാക്കിയാൽ കിട്ടുന്ന ആ പൂർണ്ണചാലകത്തിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ എക്സ്ട്രിൻസിക് ചാലകം എന്ന് പറയും. എക്സ്ട്രിൻസിക് ചാലകം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് കണ്ടക്ടർ. അപ്പോൾ ഒരു ഇൻട്രിൻസിക് ചാലകത്തെ ഡോപ്പിംഗ് നടത്തി കിട്ടുന്ന പൂർണ്ണചാലകത്തെ എക്സ്ട്രിൻസിക് ചാലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഒരു ഇൻട്രിൻസിക് ചാലകത്തെ പൂർണ്ണചാലകമാക്കാൻ ഡോപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഡോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാന അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്, ഡോപ്പിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് ആഴ്സനിക്കാണ്. ആഴ്സനിക്. രണ്ട് ആൻറ്റിമണിയാണ്. അപ്പോൾ ഇൻട്രിൻസിക് ചാലകത്തെ എക്സ്ട്രിൻസിക് ചാലകമാക്കി മാറ്റാൻ ഡോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാന അപദ്രവ്യങ്ങളാണ് ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. എൻ്റെ പേരും കൂടെ ചേർന്നാണ് വരുന്നത്, അതുകൊണ്ട് ഓർമ്മയിരിക്കും. ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. ഇതിൽ ഈ ആഴ്സനിക്കാണ് ഏറ്റവും വിഷമുള്ളൊരു പദാർത്ഥം. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്കാണ്. ഓർമ്മയിരിക്കണം, വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്കാണ്. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്. സൈനൈഡ്, പൊട്ടാസ്യം സൈനൈഡ്, സോഡിയം സൈനൈഡ് വിഷവസ്തുക്കളാണ്. പക്ഷേ വിഷങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ആഴ്സനിക്. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്. അപ്പോൾ ഒരു ഇൻട്രിൻസിക് ചാലകത്തെ എക്സ്ട്രിൻസിക് ചാലകമാക്കാൻ ഉപയോഗിക്കുന്ന അപദ്രവ്യങ്ങളാണ് ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. ഓർമ്മയിരിക്കണം, തെറ്റിപ്പോവരുത്. അടുത്ത മറ്റൊരു ചോദ്യം, ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര്. ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അറിയാവുന്ന കാര്യം പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അറിഞ്ഞുകൂടാത്തവർ വിളിക്കുക. ആർക്കെങ്കിലും അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ സ്വയം കണ്ടുപിടിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര്. അടുത്ത മറ്റൊരു കാര്യം, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഏത് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
വൈദ്യുത ഊർജവും അതിൻ്റെ ഊർജ പരിവർത്തനങ്ങളും ആണ് നമുക്ക് സിലബസ്. ഊർജം ഏതെല്ലാം രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ജലവൈദ്യുത പദ്ധതികൾ. ജലവൈദ്യുത പദ്ധതികൾ ഒരു ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരിയാറിലെ മുതിരമ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ജലവൈദ്യുത പദ്ധതി എന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇതാണ് ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ അണക്കെട്ടുകൾ ഉണ്ടാക്കി ജലം സംഭരിച്ച് നിർത്തി അതിനെ പെൻസ്റ്റോക്ക് വഴി ഡൈനാമോയിലെ ടർബൈനുകളിൽ എത്തിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. നമുക്ക് 3 തരം പദ്ധതികളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, 2 തെർമൽ പവർ പ്രോജക്റ്റ്, 3 ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്. 3 എണ്ണമുണ്ട്. ഇന്ത്യയിലെ പവർ പദ്ധതികൾ എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, മറ്റൊന്ന് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്, മൂന്നാമത്തേത് തെർമൽ പവർ പ്രോജക്റ്റ്.